എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ റെസിപ്പി ആയിട്ടാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മൾ ഇന്ന് കാത്തൊലി കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാ വറുത്തതിൻ്റെ തൊലി എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് ഞാൻ അരിഞ്ഞെടുത്ത് കഴുകി അരിപ്പ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിനകത്താണ്, രാവിലെ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് കുക്കറിനകത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് വിസിലടിപ്പിച്ചാലും കുഴപ്പമില്ല. 2 വിസിലടിപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോഴത്തേണ്ട മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 2-3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 കൈപ്പിടിയോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കാത്തൊലിക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിനകത്തൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടില്ലേ, അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറുന്ന പോലെ ഒന്ന് 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കാത്തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞൊന്നും പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ കാത്തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ അരപ്പിനകത്തിട്ട് കാത്തൊലി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവിക്ക് ഒരു 5-10 മിനിറ്റോളം ഒന്ന് ചെറുതീയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയറോ ചെറുപയറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പയർ ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ആവിക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് നിരത്തിയിട്ടിട്ട് ഇതിൻ്റെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഈ തൊലി ആയതുകൊണ്ട് അങ്ങ് വെന്തുടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് നിരത്തിയിട്ടിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുവാണ്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ട്, ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പൊടിക്ക് ഉപ്പ് കുറവുണ്ട്, അപ്പം ഞാനതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പുപൊടിയൊക്കെ ചെന്ന് നല്ല സെറ്റാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ തോരന്. അതുകൂടാതെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുത്ത് ഈ തോരൻ റെഡിയാക്കി നോക്കാത്തവരൊന്ന് റെഡിയാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ എരിവ് കുറവ് വേണ്ടവർ ഇത് കുറച്ചെടുത്ത് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഏത്തക്കായുടെ തൊലി തോരൻ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നിരത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.